ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ പപ്പാസ് വയ്ക്കുക, അല്ലെങ്കിൽ കാന്താരി ഇട്ട് വയ്ക്കുക. കാന്താരി തന്നെയല്ല, കുരുമുളകും കൂടെ ചേർത്ത് വയ്ക്കുക. അതിന് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ചിക്കൻ വേവിക്കാൻ വയ്ക്കുക. തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ രണ്ടാം പാലാണ്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ വേവിക്കാൻ വയ്ക്കുക. അത് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. കാരണം ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി വേണം നമുക്കിതെല്ലാം ശരിയാക്കാൻ. പക്ഷേ മൺചട്ടി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കാനാണ് മൺചട്ടിക്കകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ വയ്ക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പയിലോട്ട് വെച്ച് വേവിക്കാം. കണ്ടോ, ചിക്കൻ തേങ്ങാപ്പാലിനകത്ത് രണ്ടാം പാൽ, നമ്മൾ തിരുമുന്ന തേങ്ങയുടെ രണ്ടാം പാൽ. ആദ്യത്തെ പാൽ നമുക്ക് വേറെ ആവശ്യത്തിന് ഇതിന് തന്നെ ഒഴിക്കാനുണ്ട്. അപ്പോൾ രണ്ടാം പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ, രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ട് ആ ചിക്കൻ അതിനകത്ത് കിടന്ന് വേകുന്നുണ്ടോ, വെന്ത് വരട്ടെ കേട്ടോ. നല്ലോണം വെന്തെടുക്കണം. തേങ്ങാപ്പാലിനകത്ത് മാത്രമാണ് നമ്മൾ വേവിക്കുന്നത്. ചിക്കൻ കിടന്ന് നല്ലോണം വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഉള്ളി, കാന്താരി, വെള്ളക്കാന്താരിയാണ്, നല്ല വിളഞ്ഞതായത് കാരണം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളിക്ക, പിന്നെ സവാള, കൊച്ചുള്ളി ഉണ്ടേ. പിന്നെ വേണ്ട കിഴങ്ങ് നമ്മൾ വെള്ളം ഒഴിച്ചിടണേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നു പോയതാണ്. കിഴങ്ങ് അരിഞ്ഞ് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ വേണം ഇടാനായിട്ട്, ഇല്ലെങ്കിൽ അത് കറുത്തു പോകും. അപ്പം ഞാൻ അതിനകത്തോട്ട് വെള്ളം കൊണ്ട് വെച്ചിരുന്നത്, പക്ഷെ മറന്നുപോയി. വെള്ളം ഒഴിച്ച് ഇട്ട് അപ്പം അതിനകത്ത് 2-3 കരിവേപ്പിലയുണ്ട്. കരിവേപ്പില നമ്മളിഞ്ഞെടുക്കാം. ഇതേണ്ടേ, നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചതിൻ്റെ രണ്ടാം പാലാണിത്. ഇത് അധികമാണ്. അപ്പം നമുക്കത് വേണമെങ്കിൽ മറ്റേതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട ഒന്നാം പാൽ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ചിക്കനകത്ത് ഒഴിക്കുന്നത്. കറിവേപ്പില കഴുകി വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. ഇത് പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ്. പിന്നെ കടുക്, വെളിച്ചെണ്ണ. നമുക്ക് ചട്ടി വെച്ചിട്ട് ഇതാണ്, ഞാനിന്ന് ഈ ചട്ടിക്കകത്താണ് കറി വയ്ക്കുന്നത്. അതായത് ചെറിയൊരു കുടുവൻ ചട്ടി, ഇൻഡാലിയത്തിൻ്റെയാണ്. കുടുവൻ ചട്ടി എന്ന് പറഞ്ഞാൽ ഇത് എന്തുവാ ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയത്തില്ല. എന്തുവാ എന്തായാലും ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ്. ഞാനങ്ങ് മറന്നുപോയി പേര് പറയാനായിട്ട്. ഓട്ടുരുളിയാണിത്. കണ്ടോ, ഓട്ടുരുളിയിലാണ് നമ്മളിന്ന് വയ്ക്കുന്നത്. പറഞ്ഞാൽ നമ്മൾ കറിച്ചട്ടിയിൽ വേവിച്ചിട്ട് വേണം ഓട്ടുരുളിയിൽ വെക്കാനായിട്ട്. കാരണം ഓട്ടുരുളിയിലെല്ലാം വഴറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഒന്നാം പാൽ ഒഴിച്ചിറക്കുവാണ്, ഇല്ലെങ്കിൽ പിരിയും. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കടുക് ഇടാം. കടുകിട്ടിട്ട് ശകലം കടുക് ഞാൻ ഇട്ടുള്ളൂ. അതൊന്ന് പൊട്ടട്ടെ. പൊട്ടി വന്നിട്ട് ബാക്കിയുള്ളത് ഓരോന്നോരോന്ന് ചേർത്തെടുക്കും. അതാണ്ട് നമ്മളതിനകത്തോട്ട് ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും കൂടെ ഇടും. ക്യാരറ്റും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ സവാള, കൊച്ചുള്ളി ഇടും. ഞാനിങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഓരോ തക്കാളിക്കായും ചേരുന്നുണ്ട്. ഇതാണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി ഇനി നമുക്കിതിനകത്തുള്ളത് പച്ചമുളക്, തക്കാളിക്കാൻ മാത്രമേ ഉള്ളൂ. അത്
എല്ലാവരും വിചാരിക്കും ചിക്കൻ കറി വെക്കുന്നതാണോ എന്നും കാണിക്കുന്നതാണ്. ചിക്കൻ കറി മാത്രമല്ല, കുടിവെള്ളം ശരിയായിട്ട് രാവിലെ കുടിവെള്ളമാണ് ആദ്യം തിളപ്പിക്കുക. അത് കഴിഞ്ഞ് ചോറ് വെച്ച് അടച്ചിട്ടിട്ടുണ്ട്. പിന്നെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. കിഴങ്ങ് നെയ്ച്ചോറ് വെച്ച് കൂട്ടത്തിലൊരു ചിക്കൻ കറി. രാവിലെ എല്ലാ ജോലി ഒതുക്കിയിട്ടാണ്. ഇപ്പം 10 മണി എങ്ങാണ്ടായി. അതിനോടത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ചിക്കൻ വെക്കുന്നത്. പപ്പാസ് വെക്കാമെന്ന് വിചാരിച്ച് കാന്താരിയിലിട്ട് ഒരു നടച്ച് നമ്മൾ കാന്താരിയും കുരുമുളകും ചേർക്കുന്നുണ്ട്. 3-4 പച്ചമുളക് നമ്മളത് ചേർക്കുന്നുണ്ട്. ഭയങ്കര എരിവായിപ്പോയാൽ പിള്ളേർക്ക് കഴിക്കാൻ പാടാം. അതിനോട് നമ്മൾ പച്ചമുളകും കൂടെ ഇട്ട് നല്ല പുകയുണ്ട്, ചെറിയ കാറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1.25 കിലോ ചിക്കന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഓടുള്ളി വെച്ചത്, കത്തി വെച്ചത്. അപ്പം നമ്മൾ എത്രയും ഉണ്ടാക്കുന്നതനുസരിച്ച് അതിൻ്റെ എല്ലാം കുറച്ച് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് സാധനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കാരണം 2 കിലോ ഒക്കെ ചിക്കനോ അത് 2.5 കിലോ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റേതായ സാധനങ്ങൾ എല്ലാം എടുക്കണം. നമുക്ക് ഇതിനകത്തൊരു പച്ചമുളകും എല്ലാം ഇട്ടതല്ലേ, നമുക്ക് തക്കാളിക്ക് പപ്പാസിന് വേണം. ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിക്കായി ചേർക്കും. തക്കാളിക്കും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചിരട്ട ഞാൻ അടുത്ത് വയ്ക്കുന്നുണ്ട്. അതാണ് പോഹ. മറന്നുപോയി എന്താണെന്ന് വെച്ചാൽ, ഞാനിതിനകത്ത് പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വഴറ്റിയതിനകത്ത് ഉപ്പ് ചേർത്ത്. പിന്നെ ചിക്കൻ അടുപ്പ് വെച്ച് ചിക്കൻ തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലും ഞാനിത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നു. നല്ല തീയാണ്, ചിരട്ട വെച്ചതുകൊണ്ടാണ്. തക്കാളിക്ക് ഇലകൾ നല്ലോണം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അതിനകത്തോട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു, ഒരു ശകലം മഞ്ഞൾപ്പൊടിയെ നമ്മൾ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മല്ലിപ്പൊടിയാണ് അതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിട്ട് മല്ലിപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് പെരിഞ്ചീരകവും കുരുമുളകും എന്നിട്ട് നമുക്ക് ആ 2ാം പാലിൻ്റെ ബാക്കി ഇരുന്നില്ലേ അതൊഴിച്ച് അരച്ച് യോജിപ്പിക്കും. പെരിഞ്ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാതെ. ജീരകം ഞാൻ മിക്സിയിൽ പൊടിച്ചതാണ്. പെരിഞ്ജീരകം തന്നെയല്ല, ഇതിനകത്ത് കുരുമുളകും ഉണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കും. ഇത് ഇത്രയാണ് മെയിൻ പപ്പാസ്. ഇതിനകത്തോടെ 2ാം പാലൊന്ന് ചേർത്ത് ഒഴിച്ചു കൊടുക്കും. നമ്മൾ 2ാം പാലൊഴിച്ച് അരപ്പൊന്ന് യോജിക്കാനായിട്ട്, അതെല്ലാം ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് എന്നിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. അതുകൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ചിക്കൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ക്യാമറ മാറ്റിയിട്ടാണ് ഒഴിക്കുന്നത്. കാരണം എനിക്ക് വേറെ ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒഴിക്കും. ഇതിനകത്തോട്ട് നമ്മൾ ആ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കും. കണ്ടോ, ഇളക്കി വെച്ച്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ചേർക്കണം എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയും ചേർക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ച കിഴങ്ങ് ചേർക്കണം. കിഴങ്ങൊക്കെ ഈ കറി വെന്ത് പകുതിയാകുമ്പോഴേ നമ്മൾ ചേർക്കുന്നത്, ഇല്ലെങ്കിൽ കിഴങ്ങ് ഉടഞ്ഞു പോകും. അപ്പം നമ്മൾ കിഴങ്ങ് ചേർത്ത് കൊടുക്കും. പപ്പാസിൻ്റെ മെയിനാണ് കിഴങ്ങ്. രണ്ടെണ്ണം എൻ്റെയും താല്പര്യം. കിഴങ്ങൂടെ കിഴങ്ങ് ചേർത്തപ്പോൾ അതിനകത്തൊരു വലിയൊരു ഇഞ്ചി കഷ്ണം ഇഞ്ഞ് കോരിയെടുത്ത് ഇതിനകത്ത് കറക്റ്റാണിത്. കണ്ടോ, കിഴങ്ങൂടെ ചേർത്ത് നമ്മൾ വേവിക്കുക. ഈ കിഴങ്ങൊന്ന് വേകണമല്ലോ, ഇറച്ചിയൊക്കെ വെന്തയാണ്, എന്നാലും കിഴങ്ങൊന്ന് ഉടയാതെ വേകണം. നമുക്ക് അന്നേരം അത് ഉടയാതെ വേവാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇറക്കാൻ നേരം വേണം നല്ല പാൽ, അതായത് ആദ്യത്തെ തലപ്പാൽ ഒഴിച്ച് ഇറക്കാനായിട്ട്. കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം. കറിവേപ്പില ഇട്ട് കണ്ടോ, നമുക്കിതൊന്ന് ഇളക്കി വെച്ച് അടച്ച് വെച്ച് കിഴങ്ങൊന്ന് വേവാം. അത് ആ കിഴങ്ങ് ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ നല്ലോണം തിളച്ച് കിഴങ്ങ് ഇച്ചിരിയുടെ വേവാനുണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് തീ കുറച്ചുകൊണ്ട് തേങ്ങാപ്പാലിനകത്ത് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമ്മൾ തിളപ്പിച്ചാൽ ആ രണ്ടാമത് ഒഴിക്കുന്ന തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ആദ്യത്തെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കത്തില്ലേ, അത് ഇറക്കുമ്പോൾ കറി പിരിഞ്ഞ് പോലെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പയിൽ തന്നെ വെച്ച് ഒഴിച്ചിട്ട് നമുക്ക് കറി നന്നായി ഇറക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ കറി വെക്കുന്ന രീതി ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ. ഞാനിതിനകത്ത് പെരുംജീരകവും കുരുമുളകും ആണ് അരച്ചിരിക്കുന്നത്. പിന്നെ ചിലവർ ചിക്കൻ മസാല എക്സ്ട്രാ ചേർക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സ്പൈസസ് മസാല ചേർക്കുന്നവരുണ്ടാവും, ഏലക്ക ചേർക്കുന്നവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരും രുചിയുടെ അനുസരിച്ച്. എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതുപോലെ വെച്ച്. അപ്പോൾ ചിക്കൻ മസാലയും മറ്റുള്ള മസാലകളൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അപ്പം ഞാൻ പറയാതെ പോകുന്നില്ല. അപ്പോൾ ഇത് നല്ലതായി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യത്തെ പാൽ ഒഴിക്കാം. കിഴങ്ങൊക്കെ കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ട് ആദ്യത്തെ പാൽ നമുക്ക് ഒഴിക്കാം. ഇത് നമുക്ക് ഈ കറിക്കകത്തോട്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി. ഇപ്പം ചാറും ഉണ്ട്. കണ്ട, ഇതിന് ഒത്തിരി തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത്. എന്ന് ഈ മോരൊക്കെ അടുപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ മോര് കച്ചാനൊക്കെ വയ്ക്കുമ്പോൾ ഇളക്കി കൊടുക്കത്തില്ലേ എന്ന് പറയാനായിട്ട് ഒന്ന് ഇളക്കിയിരിക്കുക. പാലിന് ചൂടാവുന്നത് വരെ തിളപ്പിക്കണ്ട. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണ്ട കറി ഇളക്കിയിരിക്കുകയാണ്. നമുക്കിനി ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നോക്കത്തില്ല, ഞാൻ ആറ്റിയാൽ പൊങ്കാല ഇടാൻ പോകാനായിട്ട് നോയമ്പാണ്. അപ്പോൾ അത് കാരണം ഉപ്പ് നോക്കുന്നില്ല. നമുക്ക് മോളെ വിളിച്ച് നമുക്ക് ഉപ്പ് നോക്കിക്കാം. കറി റെഡിയായി. ഇനി നമുക്കിത് തിളയ്ക്കുന്നുണ്ട്, തിളപ്പിക്കരുത്, ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ
എല്ലാവരും കണ്ട് ഇത് ഷെയർ ചെയ്യാമെന്നൊക്കെ പറയുകയാണ് ഞാൻ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.